ഹായ്, ഹലോ. ഇന്നെൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തി, ദാൽ ഫ്രൈ, പിന്നെ ഒരു മുട്ട പുഴുങ്ങിയതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കുവാണ്. ഒരു 3 ചപ്പാത്തി ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. നെയ്യ് ഒഴിച്ചാണ് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്നത്. റെഡിമെയ്ഡ് ചപ്പാത്തി കേട്ടോ. നമുക്ക് കൊണ്ടുവന്നിട്ടിങ്ങനെ ചുട്ട് എടുക്കാം. അപ്പോൾ ഒരു 3 ചപ്പാത്തി ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. തിരിച്ചു മറിച്ചിട്ടൊരു നെയ്യും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിരിക്കും ഈ ചപ്പാത്തിക്ക് കേട്ടോ. നമ്മൾ കുഴച്ചുണ്ടാക്കുന്ന ചപ്പാത്തിക്ക് കൂടുതൽ ടേസ്റ്റ്. ഇത് നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് റെഡിമെയ്ഡ് ചപ്പാത്തി വാങ്ങിച്ച് പെട്ടെന്ന് ആവുമല്ലോ രാവിലെ, അതാണ് വാങ്ങിയത്. പിന്നെ ഞാൻ ഇതിനകത്തൊരു ദാൽ ഫ്രൈ ഉണ്ടാക്കുന്നുണ്ട്. അത് എൻ്റെ രീതിയിൽ എങ്ങനെയാണെന്ന് ഞാനിവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കഴിയട്ടെ. തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് നല്ലോണം നെയ്യൊക്കെ ഒഴിച്ചുണ്ടാക്കിയ ചപ്പാത്തിയാണ്. അപ്പോൾ ഓരോ ദിവസം ഓരോ ബ്രേക്ക്ഫാസ്റ്റിന് ഓരോന്നാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. 3 ചപ്പാത്തി ഞാനിതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. എളുപ്പമാണല്ലോ. റെഡിമെയ്ഡ് വാങ്ങിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാമല്ലോ. മറ്റേത് കുഴച്ച് പരത്തി ചുട്ടെടുക്കുമ്പോഴത്തേന് രാവിലെ ജോലിക്കാർക്കൊക്കെ പോകുമ്പം ഇത് എളുപ്പമാണ്. ഞാൻ മിക്കവാറും കുഴച്ചുണ്ടാക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇന്നിപ്പോൾ എളുപ്പത്തിന് വേണ്ടി ഞാൻ ഉണ്ടാക്കിയതാണ്. പിന്നെ സ്കൂളിൽ പോകേണ്ട തിരക്കുണ്ട് മൂത്ത കുട്ടിക്ക്. അപ്പോൾ അതിൻ്റെയൊക്കെ ഉള്ള തിരക്ക് കാരണം അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് പരിപ്പ് കഴുകി എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ സവാള എടുത്തിട്ടുണ്ട്. 3 പച്ചമുളക്, 2-3 വെളുത്തുള്ളി അല്ലി, ഒരു തക്കാളി, പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ആവശ്യമനുസരിച്ച് വെള്ളം കൂടി ഒഴിച്ച് കുക്കറിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്തേട്ടോ. പരിപ്പ് ഉള്ളതുകൊണ്ടാണ് കുക്കറിൽ വേവിച്ചത്. പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും മുളകൊക്കെ വറുത്തിട്ടിട്ട് ഈ കറി ഇതിലേക്ക് ഒഴിക്കുകയാണ് ചെയ്തേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാവുന്നൊരു കറിയാണ്. കടുകും മുളകും കറിവേപ്പിലയും ഒക്കെ ഇട്ടതിന് ശേഷം ഈ പരിപ്പ് വേവിച്ചത് ഇതിനകത്തേക്ക് ഇട്ടിട്ട് എടുക്കുകയാണ് ചെയ്തത്. കൊള്ളാം കേട്ടോ. നല്ല ടേസ്റ്റുള്ള കറിയാണ്. പെട്ടെന്നൊക്കെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റിയ പരിപ്പിട്ടില്ലെങ്കിലും സവാളയും തക്കാളി ഇട്ട് ഇതുപോലെ ഉണ്ടാക്കും കേട്ടോ. ഉരുളക്കിഴങ്ങും കൂടി ഇടും. ഞാൻ ഇതിനകത്തിപ്പോൾ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടില്ല, അതിന് വരെ ഞാൻ പരിപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊരു ബൗളിലേക്ക് എടുക്കാം. അപ്പോൾ ഇന്ന് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തി, ദാൽ ഫ്രൈ, പിന്നെ ഒരു കോഴിമുട്ട പുഴുങ്ങി കഴിക്കും കേട്ടോ രാവിലെ. നല്ലതാണ്. രാവിലെ ബുൾസയോ കോഴിമുട്ട പുഴുങ്ങി കഴിക്കുകയോ വാട്ടി കഴിക്കുകയോ ഒക്കെ ചെയ്യാം. ദിവസം ഒരു മുട്ട കഴിക്കുന്നത് നല്ലതാണല്ലോ. അപ്പോൾ 3 ചപ്പാത്തി, ദാൽ ഫ്രൈ, മുട്ട, പിന്നെ ചായ നിർബന്ധമായിട്ട്. അത് കഴിക്കുമ്പോൾ എനിക്ക് ചായ വേണം. അപ്പോൾ ഒരു ചായയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ചപ്പാത്തി, ദാൽ ഫ്രൈ, ചായ, മുട്ട. ഇനി അടുത്തൊരു വീഡിയോ കാണാം. ഓക്കെ. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഷ്ടപ്പെട്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റൊക്കെ ചെയ്യണേ, ലൈക്ക് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.